ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP 3ാം സെമസ്റ്റർ MDC മലയാളത്തിൽ BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വിപ്ലവം എന്നുള്ളത്. PK ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ യുഗപ്രഭാവം എന്ന സമാഹാരത്തിലെ ഒരു ലേഖനമാണ് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യൻ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ചരിത്രം സതി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസ്ഥാനത്തോടു കൂടിയിട്ടാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് എങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യം, ബംഗാളിൽ ഇത്തരത്തിൽ സവർണ നവോത്ഥാനത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ നടന്ന സ്ത്രീ വിമോചന സമരങ്ങളും കീഴാളവുമായിട്ടുള്ള നവോത്ഥാന വേരുകളെ വേണ്ടത്ര ശ്രദ്ധയോടു കൂടിയിട്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം ആരംഭിക്കുന്നത്. അതിനുദാഹരിക്കുന്നത് ഇവിടെ ചാന്നാർ ലഹളയും അരുവിപ്പുറം പ്രതിഷ്ഠയും SNDP യോഗ രൂപീകരണവും മറ്റു ഇതര സമുദായ സംഘടനകളുടെ രൂപീകരണമൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. സഹോദര പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള പല സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ചാന്നാർ ലഹളയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നത്, ജാതി വിവേചനത്തിനെതിരെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന് ഉയർന്നു വന്ന വലിയ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. താണജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അവർ ഈഴവരും ചാന്നാറും നാടാർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുക എന്നുള്ളത് ജാതി വ്യവസ്ഥയനുസരിച്ച് വലിയ കുറ്റമായിരുന്നു. എന്നാൽ ഈ സമുദായത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത മതപരിവർത്തനം ചെയ്ത സ്ത്രീകൾ മറ്റു സ്ത്രീകളെ പോലെ ചട്ട ധരിക്കുവാൻ തുടങ്ങി. ഇത് ഈ ജാതിയിൽ മുതിർന്ന സവർണ മേധാവികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മതപരിവർത്തനം ചെയ്ത ചാന്നാ സ്ത്രീകൾ ചട്ടയും മേൽമുണ്ടും ധരിക്കുന്നതിനെതിരെ സവർണ ഹിന്ദുക്കൾ എതിർത്തു. അങ്ങനെ 1928 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ആകമാനം ഇത് വലിയ ബഹളത്തിന് കാരണമായി. ഈ സംഭവത്തെയാണ് ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ചാന്നാർ ലഹള അവസാനിക്കുന്ന കാലത്ത് ബാലനായിരുന്ന നാണു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ജാതിക്കെതിരെ പിന്നീട് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വിപ്ലവം നയിച്ചു എന്നുള്ളത് ചരിത്ര വസ്തുതയാണല്ലോ. ദേവതാ പ്രതിഷ്ഠ മുതലുള്ള അല്ലെങ്കിൽ ഈ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ ഇതിനെതിരെ നടത്തുന്ന ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നതൊക്കെ ഇതിനെതിരെയുള്ള വലിയ പോരാട്ടം ആണെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്തരത്തിൽ ഈ ചാന്നാർ ലഹളയുടെ അവസാന കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിലെ ഈ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച നാണു എന്ന പേരിൽ വിളിക്കപ്പെട്ട ബാലനായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അസാമാന്യമായിട്ടുള്ള ചിന്താധാരണയും അല്ലെങ്കിൽ കാലത്തിനതീതമായിട്ടുള്ള ക്രാന്തശക്തിയും പരിസരത്ത് നടക്കുന്ന പല പ്രവൃത്തികളും അദ്ദേഹത്തിന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ പൊളിച്ചെഴുതാനും ജാതിയുടെ പേരിൽ മേൽമുണ്ട് ധരിക്കുന്നതിലൂടെ വിവേചനം തെറ്റാണെങ്കിൽ ജാതി തന്നെ തെറ്റാണെന്ന് പറയാനും ശ്രമിച്ച ഒരു യുഗപ്രഭാവിൻ്റെ ഉദയം കൂടിയിട്ടായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് 1887 നിശബ്ദമായിട്ടുള്ള വിപ്ലവം ആരംഭിക്കുന്നത്. ശിവരാത്രി ദിവസം അരുവിപ്പുറം എന്ന സ്ഥലത്ത് നാണുഗുരു എന്നറിയപ്പെടാൻ തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ജാതിക്കോമരങ്ങൾക്ക് മേൽ വിപ്ലവകരമായിട്ടുള്ള ഒരു ആണിക്കലടിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത്. പിന്നീട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച മതനവീകരണ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ തിരുവിതാംകൂറിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന മെമ്മോറികൾ ഡോക്ടർ പൽപ്പു
പിന്നീട് സ്ഥാപിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രചോദനം പബ്ലിക് സർവീസാണെന്ന് പറയുന്നുണ്ട്. തിരുവിതാംകൂറിൽ തീയന്മാർക്ക് പാടെ നിഷേധിച്ചിരുന്ന വിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു തീയന് അയാളുടെ വിദ്യാഭ്യാസ യോഗം എന്തു തന്നെയായാലും ശരി പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാട് ഗവൺമെൻറ് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പൊളിച്ചെഴുത്തലിൻ്റെ കാലമായി ഡോക്ടർ പൽപ്പു എല്ലാ സ്കൂളുകളിലും തീയന്മാർക്ക് പ്രവേശനം അനുവദിക്കണമെന്നും മതം മാറിയാൽ കിട്ടുന്ന ഔദ്യോഗിക പ്രവേശനം മതം മാറാതെ തന്നെ ലഭിക്കണമെന്നും ഡോക്ടർ പൽപ്പു അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനം ആചാര പരിഷ്കരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അതായത് കെട്ടുകല്യാണം, തിരണ്ടുകുളി, പുള്ളികുടി തുടങ്ങിയ ആചാരങ്ങൾക്കെതിരെ ഈ വക ആചാരങ്ങൾ തിരസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുക്കുന്നുണ്ട്. അത്തരത്തിൽ SNDPക്കൊക്കെ വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ SNDP യോഗത്തിൻ്റെയും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഈ തീയ സമുദായത്തിൻ്റെ ഇടയിലുള്ള നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ മറ്റ് സമുദായങ്ങളെ കൂടി ഉണർത്തുവാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നു എന്നുള്ളതാണ്. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയ സാധുജന പരിപാലന യോഗവും 1909 നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭയും ഒക്കെ പിന്നീടാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. എല്ലാ സമുദായങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന ദുഷിച്ച ആചാരങ്ങളെ ദൂരീകരിക്കാനും സാമുദായികപരമായിട്ട് സമത്വബോധം വളർത്താനും സാമൂഹ്യ പരിഷ്കരണ സംഘടനകൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കണം. ഇങ്ങനെയാണ് സഹോദര പ്രസ്ഥാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ വലിയ തരത്തിൽ സ്വാധീനിച്ച ഒന്നാണ് സഹോദര പ്രസ്ഥാനം. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി കെ അയ്യപ്പൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം. 1917 അദ്ദേഹം സ്വന്തം ജന്മസ്ഥലമായ ചെറായിയിൽ വെച്ച് ഈഴവരും പുലയരും ഏതാനും യുവാക്കളും ചേർത്തൊരു മിശ്രഭോജനമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ സംഭവത്തോടു കൂടിയിട്ട് യാഥാസ്ഥിതികരായിട്ടുള്ള ഈഴവരൊക്കെ കുപിതരാകുന്നു. ചെറായിയിലെ ഈഴവരുടെ സംഘടനയായ വിജ്ഞാനവർദ്ധിനി സഭ സഹോദരൻ അയ്യപ്പനെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുന്നുണ്ട്. സഹോദരൻ്റെ മേൽ ചാണകം തെളിക്കുക, ഉറുമ്പുകൂട് വയ്ക്കുക തുടങ്ങിയ ദുഷ്ടകൃത്യങ്ങൾ പോലും നടത്താൻ അവർ മുതിർന്നു. പക്ഷേ സഹോദരൻ പ്രസ്ഥാനത്തിന് ദിനം പ്രതി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നാകയാൽ പരസ്പര വിവാഹവും പന്തിഭോജനവും നടത്തുവാൻ വിരോധമില്ലാതാകുന്നു എന്നുള്ളതായിരുന്നു ആ സംഘടനയുടെ വലിയ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ നടത്തുമ്പോൾ ജാതിക്കെതിരെ മുന്നേറ്റം ഒരു പരിധിവരെ നടത്തി കഴിഞ്ഞപ്പോൾ നിരോധിക്കപ്പെട്ട നിരത്തുകളിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി കഴിയുമെങ്കിൽ ക്ഷേത്രപ്രവേശനം തന്നെ നേടിയെടുക്കുന്നതിനും അയിത്തജാതിക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനങ്ങളുടെ വികാരത്തിന് ഹേതുവായിക്കൊണ്ട് സംഘടിതവും അല്ലെങ്കിൽ കെട്ടുറപ്പുമുള്ള ഒരു സമരമുറ നടക്കുന്നത്. അതാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളത്. കോൺഗ്രസ്സുകാരനും സമുദായ സ്നേഹിയുമായ ദേശാഭിമാനി TK മാധവനാണ് ഈ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലം ഒരുക്കിയത്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വൈക്കം ക്ഷേത്രനടയിലേക്ക് പോകുന്ന നിരത്തുകൾ അയിത്തജാതിക്കാർക്ക് പ്രവേശനം നേടിയെടുക്കുന്നതിന് വേണ്ടി 1924 മാർച്ച് 30 നടത്തിയ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് സത്യാഗ്രഹികൾ വിധേയമായി. നൂറുകണക്കിന് വളണ്ടിയർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട്. 20 മാസത്തോളം നീണ്ടുനിന്ന സത്യാഗ്രഹം അതിൻ്റെ താൽക്കാലിക ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്ക് ഒരു ദശാബ്ദത്തിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ വകയായ ക്ഷേത്രങ്ങൾ അവർണർക്ക് തുറന്നു കൊടുക്കാനുള്ള വിളംബരത്തിന് പശ്ചാത്തലം ഒരുക്കിയത് വൈക്കം സത്യാഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കണം. അങ്ങനെ
ഈ പറഞ്ഞ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ സാമുദായിക സംഘടനകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തോട് കൂടിയിട്ട് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഒരു ഘട്ടം ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടം മുന്നോട്ട് വച്ചത് രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വലിയ രീതിയിൽ സാമൂഹ്യ മാറ്റങ്ങൾക്കും തിരികൊളുത്തി. മൂന്നാം ഘട്ടമാകുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം വരുന്നു, ജന്മിത്വത്തിന് കനത്ത പ്രഹരം വരുന്നു, ജന്മിത്വത്തിൻ്റെ ഒഴിഞ്ഞുപോക്കിലൂടെ കടന്നു വന്നിട്ട് പിന്നെ മുതലാളിത്തം കടന്നു വരുന്നു. ശ്രീനാരായണ ഗുരു ലക്ഷ്യം വച്ച സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി സാഹിത്യ ലോകം പിന്നീട് ഉണർന്നു വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഈടുവെപ്പുകൾ സാമൂഹ്യ സാംസ്കാരിക തലത്തിൽ ശക്തപ്പെട്ടുകൊണ്ട് നിലകൊണ്ടുവരുന്നത് നമ്മൾ പിന്നീട് കണ്ടു. മുതലാളിത്തത്തിൻ്റെ നിഷ്ഠൂരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വിപ്ലവഗതി അയപ്പെടുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗാന്ധിയുടെയും പിന്നീട് മാർക്സിസ്റ്റ് ആശയങ്ങളൊക്കെ സമ്മേളിക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രസ്ഥാനം മുതലാളിത്തത്തിനെതിരെ കൊണ്ടാടപ്പെട്ടു. പിന്നീട് ഈ പറയുന്ന കേരള സമൂഹം സാംസ്കാരികപരമായിട്ട് വലിയൊരു മുന്നേറ്റത്തിലേക്ക് നടന്നു പോകുന്നതാണ് നാം കണ്ടത്.